ഹായ് ഗായ്സ്, ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ആയത് കാരണം ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരാഗ്രഹം ഇന്ന് നമ്മൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് സാമ്പാറും ചോറും ഒക്കെ കുഴച്ച് കഴിക്കാൻ ഒരാഗ്രഹം. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം രാജേഷ് ഇന്ന് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് പാചകം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ഞാനല്ല, രാജേഷാണ്. രാജേഷിന് ഫുഡ് ഉണ്ടാക്കാം എന്നറിയുന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് ഒടിയേണ്ടി വന്നു എന്നൊരു സത്യം കൂടെ ഇതിലുണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കും. കുറ്റം പറയാനായിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനും എനിക്കിപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഒന്ന് രണ്ട് പേരുടെ വിചാരം എന്ന് വെച്ചാൽ ഡോക്ടർ ഇപ്പോൾ 2 ആഴ്ചയും കൂടെ റെസ്റ്റ് പറഞ്ഞത് എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടും മീൻസ് ഞാൻ അനുഭവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്തനുഭവിക്കാൻ? ഞാൻ അങ്ങനെ ഒന്നും അനുഭവിക്കുന്നില്ല കേട്ടോ. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇപ്പം പോകുന്നത്. ഇങ്ങനെ കിടക്കുക, ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ഫുഡ് വരിക. ഇപ്പം ഭയങ്കര, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. എന്താണ്, രാജാവിനെ പോലെ അങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുന്നതൊന്നുമല്ല. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഒരാൾക്കൊരു കഷ്ടം വരുമ്പം ഇങ്ങനെ പുറകിൽ നിന്ന് കുത്താൻ എങ്ങനെ തോന്നുന്നു ആവോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോഴെന്ന് വെച്ചാൽ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റയിലായാലും എങ്ങനെയുണ്ട് കാല് സുഖപ്പെട്ടോ, വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. അതും അറിഞ്ഞൂടാത്ത ആൾക്കാർ. അപ്പം അതൊക്കെ കേൾക്കുമ്പം ആ ഒരു മെസ്സേജിലൂടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് കിട്ടുന്നത്. പിന്നെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ, ബന്ധുക്കളായാലും ഒക്കെ എല്ലാവരും വിളിച്ച് അന്വേഷിക്കുമ്പം വളരെ സന്തോഷമാണ്. എനിക്ക് അവരോടൊക്കെ നന്ദി മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ആപത്ത് കാലത്ത് ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് നമുക്ക് ആ ഒരു സമയത്തേ മനസ്സിലാവുള്ളൂ. പിന്നെ എന്തിനും ഏതിനും നമ്മുടെ ദുബായ് പാച്ചിക്ക, പിന്നെ എല്ലാ ഹെൽപ്പിനും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന എൻ്റെ രാജേഷ്. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ദൈവം സഹായിച്ച് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മച്ചി ഇപ്പം ഉംറയ്ക്ക് പോയിരിക്കുകയാണ്. ഇനി ഉമ്മച്ചി തിരിച്ചു വരുമ്പം ഇവിടെ ഉമ്മച്ചി ഉണ്ടാവും. അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ പടച്ചോൻ സഹായിച്ച് നല്ല രീതിയിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ റീൽസ് ചെയ്യുന്നത് എൻ്റെ ഒരു ചെറിയ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. അതിൽ കൂടെ എനിക്ക് കുറച്ച് നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പിന്നെ ലൈക്ക് കിട്ടുന്നതും കിട്ടാത്തതും കുറച്ച് ലൈക്കേ കിട്ടുന്നുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഇഷ്ടമുള്ളൊരു ലൈക്ക് അടിക്കട്ടെ. എനിക്കിപ്പം ആരെയും തല്ലിക്കൊന്ന് ലൈക്ക് അടിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. എന്തായാലും ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു. സാമ്പാറും ബീട്രൂട്ട് മെഴുക്കും സലാഡും ഈ പൊരിച്ചമീൻ കൊണ്ടുവന്ന എൻ്റെ നാത്തൂനാണ്. അങ്ങനെ എല്ലാം കൊണ്ട് ഹാപ്പിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.